ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്ഇക്വിലിബ്രിയം മോഡൽസ് ഓഫ് റോബർട്ട് ക്ലോവർ ആൻഡ് ലൈ ജോൺ ഹു വുഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇവർ രണ്ടുപേരുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡിസ്ഇക്വിലിബ്രിയം മോഡൽസ് ഓഫ് ക്ലോവേഴ്സ് ആൻഡ് ലൈ ജോൺ ഹു വുഡ്സ്. ആദ്യം നമുക്ക് റോബർട്ട് ക്ലോവറിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കാം. അതായത് റോബർട്ട് ക്ലോവേഴ്സ് കോൺട്രിബ്യൂഷൻ. ഇതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡ്യുവൽ ഡിസിഷൻ ഹൈപ്പോസിസ് ആണ്. അതായത് പ്രൈസും ക്വാണ്ടിറ്റിയും ഈ രണ്ട് കൺസ്ട്രെയിൻസ് ആണ് കൺസ്യൂമേഴ്സും ഫേംസും ഒക്കെ ഇതിൻ്റെ ബേസിലാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ക്ലോവർ ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ദാറ്റ് കൺസ്യൂമേഴ്സ് ആൻഡ് ഫേംസ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ബോത്ത് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസ്. എത്രയാണ് വില, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് ആൾക്കാരും ഫേംസും കൺസ്യൂമേഴ്സും ഡിസിഷൻസ് എടുക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡിസിക്വിലിബ്രിയം വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒന്നിൻ്റെ ബേസ് കൂടി വന്നു കഴിഞ്ഞാൽ, ഒന്നിൻ്റെ കൺസ്ട്രെയിൻ കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ഡിസിക്വിലിബ്രിയം വരും. അപ്പോൾ ഇൻ ഡിസിക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസ് ആർ ഓഫൺ മോർ ബൈൻഡിങ്. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസിൽ ബൈൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് പ്രൈസ് കൺസ്ട്രെയിൻസിനെക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു ബൈൻഡിങ് വരുമ്പോഴത്തേക്ക് ഡിസിക്വിലിബ്രിയം സംഭവിക്കുന്നു. ഓക്കെ, അഫക്റ്റിംഗ് എക്കണോമിക് ബിഹേവിയർ സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ ഇങ്ങനെയാണ് ഡിസിക്വിലിബ്രിയം വന്നിട്ട് ആ ഒരു എക്കണോമിക് ബിഹേവിയറിനെ ബാധിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? റോബർട്ട് ക്ലോവർ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിലെ എഫക്റ്റീവ് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. അതായത് ക്ലോവർ ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ നോഷണൽ ഡിമാൻഡ് ആൻഡ് എഫക്റ്റീവ് ഡിമാൻഡ്. നോഷണൽ ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു സങ്കല്പത്തിലുള്ള ഒരു ഡിമാൻഡ്, അതും എഫക്റ്റീവായിട്ടുള്ള ഡിമാൻഡ്, ആക്ച്വൽ ഡിമാൻഡ് തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഓക്കെ, അതാണ് നോഷണൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ദ ഡിമാൻഡ് അറ്റ് ഗിവൺ പ്രൈസ് അസ്യൂമിങ് നോ കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാതെ അസ്യൂം ചെയ്യുന്നൊരു ഡിമാൻഡാണിത് കേട്ടോ. അപ്പോൾ ആക്ച്വൽ ഡിമാൻഡ്, എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് ദ ആക്ച്വൽ ഡിമാൻഡ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് കൺസ്ട്രെയിൻസ്. അതായത് അക്കൗണ്ട് കൺസ്ട്രെയിൻസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഡിമാൻഡാണ് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, ഒരു ഡിസ്റ്റിങ്വിഷ് ആര് നടത്തുന്നുണ്ട്? നമ്മുടെ റോബർട്ട് ക്ലോവർ നടത്തുന്നുണ്ട്. അപ്പം ദിസ് കോൺസെപ്റ്റ് ഹെൽപ്സ് എക്സ്പ്ലെയിൻ വൈ മാർക്കറ്റ്സ് മേ നോട്ട് ക്ലിയർ ആൻഡ് വൈ ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ക്യാൻ പെർസിസ്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുള്ള മാർക്കറ്റിൽ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നു, എന്തുകൊണ്ട് മാർക്കറ്റ് ക്ലിയർ ആവുന്നില്ല, അതായത് എക്സസ് ഡിമാൻഡോ എക്സസ് സപ്ലൈയോ അവിടെ ഉണ്ടാകുന്നു, ഇങ്ങനൊരു കണ്ടീഷൻ ഡിസിക്വിലിബ്രിയം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ എഫക്റ്റീവ് ഡിമാൻഡ് കോൺസെപ്റ്റിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് ഈ റോബർട്ട് ക്ലോവർ എന്ന് പറയുന്നത് വാൽറേഷൻ ഇക്വിലിബ്രിയത്തിന് എഗെയിൻസ്റ്റ് ആണ്. അതായത് ഇദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് റിജക്ഷൻ ഓഫ് വാൽറേഷൻ ഇക്വിലിബ്രിയം. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോവർ ക്രിറ്റിക്ട് ദ ട്രഡീഷണൽ വാൽറേഷൻ ജനറൽ ഇക്വിലിബ്രിയം തിയറി. അതായത് ഈ ട്രഡീഷണൽ വാൽറേഷൻ ജനറൽ ഇക്വിലിബ്രിയം തിയറി പറയുന്നത് വിച്ച് അസ്യൂംസ് ദാറ്റ് മാർക്കറ്റ്സ് ക്ലിയർ ഇൻസ്റ്റൻ്റ്ലി ത്രൂ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതായത് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്സിലൂടെ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ക്ലിയർ ആകുമെന്നാണ് വാൽറേഷൻ ജനറൽ ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. വാൽറേഷൻ ജനറൽ ഇക്വിലിബ്രിയത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടുണ്ട്, അത് ഇവിടെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പം ഹി ആർഗ്യൂഡ് ദാറ്റ് പ്രൈസസ് അഡ്ജസ്റ്റ് സ്ലോലി. അത് ക്രമേണ എന്ത് ചെയ്തു? സ്ലോ ആയിട്ട് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഷോർട്ട് റണ്ണിലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ, ലോങ് റണ്ണില്ല, ഷോർട്ട് റണ്ണില്ല. സ്ലോലി ആൻഡ് ദാറ്റ് ക്വാണ്ടിറ്റീസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റർമൈനിങ് എക്കണോമിക് ഔട്ട്കംസ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ ക്വാണ്ടിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ക്രൂഷ്യലായിട്ടുള്ള ഒരു ക്രൂഷ്യൽ റോൾ വഹിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എക്കണോമിക് ഔട്ട്കംസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഇദ്ദേഹം വാൽറേഷൻ ഇക്വിലിബ്രിയത്തെ റിജക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ ലൈ ജോൺ ഹു വുഡ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് നോക്കാം. അതായത് ആക്സൽ ലൈ ജോൺ ഹു വുഡ്സ് കോൺട്രിബ്യൂഷൻ. അതായത് കെയ്നീഷ്യൻ എക്കണോമിക്സ് ആൻഡ് മാർക്കറ്റ് ഡിസിക്വിലിബ്രിയം. ഇത് കെയ്നീഷ്യൻ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഇദ്ദേഹം പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈ ജോൺ ഹു വുഡ് എംഫസൈസ്ഡ് ദാറ്റ് കെയ്ൻസ് ജനറൽ തിയറി. അതായത് ഈ ജനറൽ തിയറി നമ്മുടെ കെയ്ൻസിൻ്റെ ആണല്ലോ, അത് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ആസ് എ തിയറി ഓഫ് ഡിസിക്വിലിബ്രിയം. ഇത് ഒരു ഡിസിക്വിലിബ്രിയം തിയറി ആയിട്ട് മനസ്സിലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കെയ്ൻസ് പ്രസ്താവിക്കുന്നത് അത് ഇക്വിലിബ്രിയം തിയറിയാണ്, പക്ഷേ ഇതിവിടെ ഒരു ഡിസിക്വിലിബ്രിയം തിയറി ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് കെയ്ൻസ് വാസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് സിറ്റുവേഷൻസ് വെയർ മാർക്കറ്റ്സ് ഡു നോട്ട് ക്ലിയർ. ആദ്യം ഇദ്ദേഹം അതിൽ പറയുന്നുണ്ട്, നമ്മൾ കെയ്ൻസിൻ്റെ തിയറി അറിയാവുന്നതൊക്കെ മനസ്സിലാവും. അപ്പം ആദ്യം ഇദ്ദേഹം മാർക്കറ്റ് ക്ലിയർ അല്ലാത്ത ഒരു സിറ്റുവേഷൻസിനെ പറ്റിയാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. അത് എന്തിലേക്ക് നയിക്കുന്ന, ഒരു മാർക്കറ്റ് ക്ലിയർ ആവുന്ന സിറ്റുവേഷനിലേക്ക് നയിക്കുന്നതായിട്ടാണ് കെയ്ൻസ് പറയുന്നത്. ലീഡിങ് ടു പെർസിസ്റ്റൻ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അതർ എക്കണോമിക് പ്രോബ്ലം. അവിടെ എന്തൊക്കെയുണ്ട്? പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് പ്രോബ്ലം ഒക്കെ ഉണ്ട്. പിന്നീട് അത് ക്ലിയർ ആവുന്നതായിട്ടാണ് കെയ്ൻസ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതൊരു ഡിസിക്വിലിബ്രിയത്തിലേക്ക് പോകുന്നതാണ് ലൈ ജോൺ ഹു വുഡ് പറയുന്നത്.
ഇനി ഇദ്ദേഹത്തിൻ്റെ കോറിഡോർ ഹൈപ്പോസിസ് നോക്കാം. ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് കേട്ടോ. അത് ലേജും ഹൂട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ദ കോറിഡോർ ഹൈപ്പോസിസ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് സജസ്റ്റ് ദാറ്റ് ദ എക്കണോമി ക്യാൻ ഓപ്പറേറ്റ് സ്മൂത്ത്ലി വിത്തിൻ എ സേർട്ടൺ റേഞ്ച് ഓഫ് കണ്ടീഷൻസ്. അതായത് ഒരു എക്കണോമിക്ക് ഒരു കണ്ടീഷൻസിൻ്റെ ചില കണ്ടീഷൻസ് ഉള്ളിൽ നിന്നാണ് ഒരു എക്കണോമി വർക്ക് ചെയ്യുന്നതാണ്, ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഒരു കോറിഡോറാണ്. ഈ കോറിഡോറിന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ എക്കണോമിക്ക് ഡിസിക്ലിബ്രിയം സംഭവിക്കും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഔട്ട്സൈഡ് ദിസ് കോറിഡോർ ദ എക്കണോമി ക്യാൻ എക്സ്പീരിയൻസ് സിഗ്നിഫിക്കൻറ്റ് ഡിസിക്ലിബ്രിയം. അവിടെ ഡിസിക്ലിബ്രിയം ഉണ്ട്, ലീഡിങ് ടു പെർസിസ്റ്റൻ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഗ്യാപ്സ്. ഇത് എന്തിലേക്ക് നയിക്കും? പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയിലേക്കും ഔട്ട്പുട്ട് ഗ്യാപ്സിലേക്കൊക്കെ നയിക്കുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. അതാണ് കോറിഡോർ ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും എക്സ്പെക്റ്റേഷൻസിൻ്റെയൊക്കെ റോള്, അതിൻ്റെയൊക്കെ പങ്ക് എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫേംസ്, അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്പെക്റ്റേഷൻസ്, ആൾക്കാരുടെ ഫ്യൂച്ചറിൽ പ്രൈസിൻ്റെയൊക്കെ ആ ഒരു എക്സ്പെക്റ്റേഷൻ, അതാണ് പറയുന്നത്. അപ്പം ലേജും ഹൂട്ട് ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഇൻ ഡിറ്റർമൈനിങ് എക്കണോമിക് ബിഹേവിയർ ആൻഡ് ഔട്ട്കംസ്. അതായത് എക്കണോമിക് ബിഹേവിയറും ഔട്ട്കംസും ഒക്കെ തീരുമാനിക്കുന്നതിൽ എങ്ങനെയാണ് എക്കണോമിക് ബിഹേവിയർ, അത് അല്ലെങ്കിൽ ഒരു എക്കണോമിയെ എങ്ങനെ അതിൻ്റെ വിലയിലുള്ള മാറ്റം, ഇതൊക്കെ എങ്ങനെ ബാധിക്കും, അതിൻ്റെ ഔട്ട്കം എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകുന്നു, ഇതൊക്കെ തീരുമാനിക്കുന്നതിൽ ഈ രണ്ട് കാര്യങ്ങളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും എക്സ്പെക്റ്റേഷൻ്റെയും പങ്ക് ഇദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. അത് ഹൈലൈറ്റ് ചെയ്താണ് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസിക്ലിബ്രിയം സംഭവിക്കുന്നു, അതിലേക്ക് പോകുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഹി ആർഗ്യൂഡ് ദാറ്റ് റിജിഡിറ്റീസ് ആൻഡ് ഇംപെർഫെക്ഷൻസ് ഇൻ ദ ലേബർ ആൻഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ്, ലേബർ മാർക്കറ്റിലോ പ്രൊഡക്റ്റ് മാർക്കറ്റിലോ എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻസോ അല്ലെങ്കിൽ റിജിഡിറ്റീസ്, വേരിയേഷൻസ് ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യാൻ ലീഡ് ടു പ്രൊലോങ്ഡ് പീരീഡ്സ് ഓഫ് ഡിസിക്ലിബ്രിയം. ഇത് വളരെ ദീർഘകാലത്തെ ഒരു ഡിസിക്ലിബ്രിയത്തിലേക്ക് മാർക്കറ്റിനെ നയിക്കും, അല്ലെങ്കിൽ എക്കണോമിയെ നയിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനി നമുക്ക് ഇവരുടെ മോഡലിൻ്റെ കീ കോൺസെപ്റ്റ്സ് നോക്കാം. അതായത് കീ കോൺസെപ്റ്റ്സ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്, എവിടെയൊക്കെ ഈ മോഡൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കാം. അത് ഒന്നാമത്തത് ഡിസിക്ലിബ്രിയം ഡൈനാമിക്സ്. ഇത് രണ്ടുപേരും ഡിസിക്ലിബ്രിയമാണ് പറയുന്നത് കേട്ടോ. അതായത് ബോത്ത് ക്ലോവർ ആൻഡ് ലേജും ഹൂട്ട് ഫോക്കസ്ഡ് ഓൺ ദ ഡൈനാമിക്സ് ഓഫ് ഡിസിക്ലിബ്രിയം. ഓക്കെ, ഇതിൻ്റെ ഡൈനാമിക്സ്, അതിൻ്റെ ഏറ്റക്കുറച്ചിലാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. വേർ പ്രൈസസ് ആൻഡ് വേജസ് ഡു നോട്ട്, പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട വേർഡാണ് ഡു നോട്ട് അഡ്ജസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി ടു ക്ലിയർ മാർക്കറ്റ്സ്. അതായത് വാലുവേഷൻ ജനറൽ എക്വിലിബ്രിയത്തിൽ പറയുന്ന പോലെ പ്രൈസസും വേജസും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ക്ലിയർ ആവത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഡിസിക്ലിബ്രിയമാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദിസ് അപ്രോച്ച് ഹെൽപ്സ് എക്സ്പ്ലെയിൻ റിയൽ വേൾഡ് ഫിനോമിന. അതായത് റിയൽ വേൾഡ് ഉള്ള പ്രതിഭാസങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ അപ്രോച്ച് ഉപകാരപ്പെടുന്നുണ്ട്. സച്ച് ആസ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടും തൊഴിൽ കിട്ടാതെ വരുന്നൊരവസ്ഥ, അങ്ങനെ ഈ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ആൻഡ് അൺസോൾഡ് ആയിട്ടുള്ള ഇൻവെൻട്രീസ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഈ അപ്രോച്ച് വളരെ പ്രയോജനം ചെയ്യുന്നു. ഇനി നമുക്ക് ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസിൻ്റെ പ്രാധാന്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഇമ്പോർട്ടൻസ് ഓഫ് ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസിന് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സച്ച് ആസ് ലിമിറ്റഡ് ജോബ് വേക്കൻസി, ഇതൊരു ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, അതായത് തൊഴിലവസരങ്ങളില്ലാത്തൊരവസ്ഥ, അതൊരു ക്വാണ്ടിറ്റി വൈസ് ഉള്ള കൺസ്ട്രെയിൻ്റ് ആണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു ഇവരുടെ തിയറിൽ കേട്ടോ. ഇൻ ഷേപ്പിംഗ് എക്കണോമിക് ബിഹേവിയർ ആൻഡ് ഔട്ട്കംസ്. അതായത് എക്കണോമിക് ബിഹേവിയർ ഔട്ട്കം ഒക്കെ തീരുമാനിക്കുന്നതിൽ ഇതിൻ്റെയൊക്കെ പങ്ക് വളരെ പ്രധാനമുള്ളതാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ദീസ് കൺസ്ട്രെയിൻസ് ക്യാൻ ലീഡ് ടു, അതൊരു ഇങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സപ്ലൈ ഡിമാൻഡ് അനലൈസിസ് ചെയ്യുന്ന പോലെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ദീസ് കൺസ്ട്രെയിൻസ് ക്യാൻ ലീഡ് ടു സിറ്റുവേഷൻസ് വെയർ ട്രഡീഷണൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനലൈസിസ് ബേസ്ഡ് ഓൺ പ്രൈസ് എലോൺ ഈസ് ഇൻസഫിഷ്യൻറ്റ്. അപ്പം അതായത് പ്രൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് സപ്ലൈയും ഡിമാൻഡും ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നു. ഇതൊരു ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത് പോളിസി ഇംപ്ലിക്കേഷൻസിൽ ഈ മോഡൽ എങ്ങനെ സഹായകരമാകുന്നു എന്ന് നോക്കാം. അതായത് പോളിസി ഇംപ്ലിക്കേഷൻസുമായിട്ട് വരുമ്പോഴത്തേക്ക് ദ ഡിസിക്ലിബ്രിയം അപ്രോച്ച് സജസ്റ്റ് ദാറ്റ്, ഇതൊരു ഗവൺമെൻറ് സജഷൻ കൊടുക്കുകയാണ്, എന്താണ് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. ദാറ്റ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ക്യാൻ ബി നെസസറി ടു അഡ്രസ് പെർസിസ്റ്റൻ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഗ്യാപ്സ്. അതായത് പെർസിസ്റ്റൻ്റായിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റും ഔട്ട്പുട്ട് ഗ്യാപ്പൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് ഗവൺമെൻറ് ഇടപെടലുകൾ വേണം എന്നുള്ള, അതാണ് ആ ഒരു ഡിസിക്ലിബ്രിയം ഗവൺമെൻറ് കണ്ണിൽ പെടുത്തുകയാണ്. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട്, അത് ഇടപെട്ട് നേരെയാക്കണം എന്നുള്ള അങ്ങനെ ഒരു പോളിസി ഇംപ്ലിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. അടുത്ത പോളിസി എയിംഡ് അറ്റ് ഇൻക്രീസിങ് ഡിമാൻഡ്, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുള്ള പോളിസി
മോണിറ്ററി പോളിസി പോലുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഫിസ്ക്കൽ പോളിസി പോലുള്ള പോളിസീസ്, പിന്നെ റെഡ്യൂസിങ് മാർക്കറ്റ് റിജിഡിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള പോളിസീസ് ആൻഡ് ഇംപ്രൂവിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക്സ് ക്യാൻ ഹെൽപ്പ് റീസ്റ്റോർ ഇക്വിലിബ്രിയം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇക്വിലിബ്രിയം റീസ്റ്റോർ ചെയ്യുന്നതിന്, ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതിന് സഹായിക്കുന്നു. അപ്പം ഡിസിക്വിലിബ്രിയം ചൂണ്ടിക്കാട്ടുന്നതിന് ഈ മോഡൽ സഹായകരമാവുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഒറ്റ നോട്ടത്തിൽ നോക്കാം. അത് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ റോബർട്ട് ക്ലോവറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എംഫസൈസ്ഡ് ദ റോൾ ഓഫ് ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസ് ആൻഡ് എഫക്റ്റീവ് ഡിമാൻഡ്. അതായത് ഈ രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത്. അതായത് ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസും എഫക്റ്റീവ് ഡിമാൻഡും. എന്തിന്? ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഡിസിക്വിലിബ്രിയം ഇൻ മാർക്കറ്റിലെ ഡിസിക്വിലിബ്രിയം മനസ്സിലാക്കുന്നതിന് ഈ രണ്ട് കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. അപ്പം ക്രിട്ടിസൈസിങ് ഇത് എന്തിനെ വിമർശിക്കുന്നത്? ട്രഡീഷണൽ ഇക്വിലിബ്രിയം അപ്രോച്ചിനെ വിമർശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്. അടുത്ത ആക്സൽ ലേജൻവുഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീ ഇൻ്റർപ്രറ്റഡ് കെയ്ൻസ്, അതായത് കെയ്ൻസിൻ്റെ ഐഡിയാസ് റീ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. റീ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വെച്ചാൽ പുനർവ്യാഖ്യാനം നടത്തുക, ഒന്നുകൂടെ പുനഃപരിശോധിച്ചുകൊണ്ട്. ഓക്കെ, റീ ഇൻ്റർപ്രറ്റഡ് കെയ്ൻസ് ഐഡിയാസ് ഫോക്കസിങ് ഓൺ മാർക്കറ്റ് ഡിസിക്വിലിബ്രിയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ദ കോറിഡോർ ഹൈപ്പോത്തിസിസ് ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ആൻഡ് ദ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ, ഈ രണ്ടിൻ്റെയും റോൾ ഏതിൻ്റെയാണ്? റോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റോളും എക്സ്പെക്റ്റേഷൻസിൻ്റെ റോളും ഇൻ എക്കണോമിക് ബിഹേവിയർ, അതായത് എക്കണോമിക് ബിഹേവിയർ മാറ്റുന്നതിൽ ഇത് രണ്ടിൻ്റെ റോൾ, ഇതിലൊക്കെയാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഇനി രണ്ടുകൂടെ ഒരുമിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടുഗെദർ ക്ലോവർ ആൻഡ് ലേജൻവുഡ്സ് ഡിസിക്വിലിബ്രിയം കെയ്നീഷ്യൻ അപ്രോച്ച്, ഇതൊരു ഡിസിക്വിലിബ്രിയം കെയ്നീഷ്യൻ അപ്രോച്ചാണ് കേട്ടോ. പ്രൊവൈഡ്സ് എ മോർ ന്യൂവാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരുന്നുണ്ട്. എന്തിനാണ്? ഓഫ് എക്കണോമിക് ഡൈനാമിക്സിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരുന്നുണ്ട്. ഇത് എന്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്? ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിക്വിലിബ്രിയം സ്റ്റേറ്റ്സ്, അതായത് ഡിസിക്വിലിബ്രിയം സ്റ്റേറ്റിൻ്റെ പ്രാധാന്യം ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി കൺസ്ട്രെയിൻസിൻ്റെ പ്രാധാന്യം, പിന്നെ ആൻഡ് സ്ലോ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ അതിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൽ സ്ലോ പ്രൈസ് ഏതിലാണ് വരുന്നത്? ഇൻ ഷേപ്പിംഗ് എക്കണോമിക് ഔട്ട്കംസ്, അതായത് എക്കണോമിക് ഔട്ട്കംസ് ഷേപ്പ് ചെയ്യുന്ന കാര്യത്തിലുള്ള ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് പെർസ്പെക്റ്റീവ് അലൈൻസ്, അതായത് ഇത് കൂടുതലായിട്ടും റിയൽ വേൾഡ് ഒബ്സർവേഷനിലുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് തിയറി കുറച്ച് പ്രാധാന്യമുണ്ട്, ഈ മോഡലിന് കുറച്ച് പ്രാധാന്യമുണ്ട്. ദിസ് പെർസ്പെക്റ്റീവ് അലൈൻസ് മോർ ക്ലോസ്ലി വിത്ത് റിയൽ വേൾഡ് ഒബ്സർവേഷൻസ് ഓഫ് പെർസിസ്റ്റൻ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ്, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന തൊഴിലില്ലായ്മയും മാർക്കറ്റ് ഇംപെർഫെക്ഷൻസ്, അതൊക്കെ റിയൽ വേൾഡ് സിനാറിയോകളാണ് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ക്ലോസ് ആയിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇതിന് കുറച്ച് പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഓഫറിങ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഫോർ എക്കണോമിക് തിയറി ആൻഡ് പോളിസി, ഇതൊക്കെ എക്കണോമിക് തിയറി എക്കണോമിക് പോളിസിക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട വളരെ മൂല്യമുള്ള ചില ഇൻസൈറ്റ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.